അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആരംഭത്തിൽ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം നിങ്ങളുടെ മുമ്പാകെ ഈ വെള്ളക്കുപ്പായം ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, പല വേദികളിലും കടന്നു ചെല്ലുമ്പോൾ പലരും അഭിസംബോധന ചെയ്യുന്നത് സലാം പറഞ്ഞുകൊണ്ടാണ്. മാത്രവുമല്ല, ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന വേദിയിൽ ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഞാൻ പഠിച്ചതും ഒരു മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളിലായിരുന്നു. LKG മുതൽ +2 വരെ കുന്നംകുളം ചെറുമനേങ്ങാട് കോൺകോഡ് സ്കൂളിലാണ് പഠിച്ചത്. അന്ന് മുതൽ കേൾക്കുന്നതും നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നതുമായ ഒരു വാക്കാണ് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചത്. ഒരുപക്ഷേ ഈ സ്റ്റേജിൽ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വ്യക്തി ഞാനായിരിക്കാം. എന്നേക്കാൾ പ്രഗത്ഭരായ ഒത്തിരി പേര് ഇരിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള പനംകുറ്റി സെൻറ് തോമസ് പള്ളിയുടെ വികാരിയായി ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് വരുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചു എന്നതിലുള്ള സന്തോഷം ആദ്യമേ അറിയിക്കട്ടെ. പലപ്പോഴും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോൾ മതപഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുമ്പോൾ എന്തുകൊണ്ടും ഈ ബദരിയ ഇസ്ലാമിക് സെൻറ്ററിൽ ഇങ്ങനെ ഒരു മസ്ജിദിൻ്റെ ഉദ്ഘാടന വേളയിലായിരിക്കുവാൻ തക്കവണ്ണം അവസരം ലഭിച്ചു. പലപ്പോഴും പഠന വേളയിലായിരിക്കുമ്പോൾ ആദ്യമേ ഇവിടെ പ്രാരംഭം കുറിച്ച് തന്നെ ഫാത്തിഹ ഓതിക്കൊണ്ടാണ്. ഒരുപക്ഷേ ഒരു പുരോഹിതനായി വൈദികനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ചൊല്ലുമ്പോൾ ഞാനും മനസ്സിൽ ചൊല്ലുകയായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്കും ഇതേപോലെ കാളിയാറോട് നേർച്ചയെ സംബന്ധിച്ച് പനംകുറ്റി പള്ളിയിൽ നിന്നാണ് ഒരു ആഘോഷ കമ്മിറ്റിയുടെ ആഘോഷം ആരംഭിച്ചത്. കാരണം മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേന്ദ്രങ്ങളായി പലയിടങ്ങളും മാറുമ്പോൾ അവിടെ ഒരു ആശംസ അറിയിക്കുവാൻ തക്കവണ്ണം അവരെന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അന്നേരം ഒരു പാട്ടും പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് അഷ്റഫുൽ ഹൽക്കിൻബ എന്ന് പറഞ്ഞ പാട്ടെടുത്തു. ആ പാട്ടെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് കിട്ടിയത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചില വാക്കുകൾ തെറ്റുണ്ടായിരുന്നു. ഞാനത് പാടിയപ്പോൾ ചെറിയ തെറ്റുമുണ്ടായിരുന്നു. അന്ന് തന്നെ യൂട്യൂബിൽ വന്നു, കാളിയാറോട് നേർച്ചയ്ക്ക് അച്ഛൻ്റെ പാട്ട് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വന്നു. അതിനൊരാൾ ഇങ്ങനെ കമൻറ്റ് നൽകി, പെട്ടെന്ന് പാടിയത് കൊണ്ട് ചെറിയ തെറ്റുകളുണ്ട്, അത് വെച്ച് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ ഫാത്തിഹ ഓതിയപ്പോഴും ഞാൻ മനസ്സിൽ ഓതുകയായിരുന്നു, ഞാൻ ചൊല്ലുന്നത് ശരിയാണോ തെറ്റാണോ. കാരണം ആ സ്കൂളിൽ പഠിക്കുമ്പോൾ ആരംഭം മുതൽ കേൾക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. മാത്രവുമല്ല, മാപ്പിളെ കലയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം എനിക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. പല വേദികളിലും ആയിരിക്കുമ്പോൾ ഇവിടെ അന്നേ ദിവസം അറവനമുട്ട് നടക്കുമ്പോഴും എൻ്റെ ഉള്ളിലും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഞാനും പഠനവേദിയിൽ ദഫ്മുട്ട് പഠിക്കുവാനും അത് കലോത്സവ വേദിയിൽ പോകുവാൻ തക്കവണ്ണം അവസരം ലഭിച്ച ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അറവനമുട്ടും പഠിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. പക്ഷേ മത്സരങ്ങൾക്ക് പോകുവാൻ തക്കവണ്ണം സാധിച്ചില്ല. കാരണം നമുക്കറിയാം, ഇരുന്നു കൊണ്ടുള്ള കളി ആയതുകൊണ്ട് കാലിന് ചെറിയൊരു പ്രയാസം വന്നതുകൊണ്ട് മത്സരിക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. അതുകൊണ്ട് ഏത് രീതിയിലായിരുന്നാലും ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഒരു അച്ഛൻ സലാം പറഞ്ഞു എന്നോ, ഇനിയിപ്പോൾ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അച്ഛൻ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമോ, അതിലപ്പുറമായി ഒരു മതത്തിൻ്റെ പ്രാർത്ഥനയാണ് ചൊല്ലുന്നതെന്ന ബോധ്യത്തോടെ നമ്മൾ ഏത് മതസ്ഥനായി കഴിഞ്ഞാലും നമ്മളെല്ലാവരും മനുഷ്യരാണെന്നുള്ള ബോധ്യമാണ് തുടർന്നുള്ള നാളേക്ക് നമ്മെ നയിക്കേണ്ടത്. അവിടെ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം സാധിച്ചു. യാസീൻ എന്ന് പറയുന്ന, എന്തുവാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് നിങ്ങളുടെ ഖുർആൻ്റെ ആരംഭമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇന്ന കലമിനൽ മുർസലീം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത് ഖുർആൻ്റെ ആരംഭമാണ്. കാരണം ഇത്രയും മതപണ്ഡിതന്മാരിയ്ക്കുമ്പോൾ വേദിയിൽ പറയുവാൻ തക്കവണ്ണം
പറ്റുമോ എന്ന് പോലും സംശയമാണ്. അങ്ങനെ മനുഷ്യൻ എന്ന ബോധ്യത്തോടു കൂടി നല്ല നാളേക്ക് വേണ്ടി ഈ സമൂഹത്തിന് മാതൃകയായി തീരുവാൻ തക്കവണ്ണം ഈ സ്ഥാപനം എന്നും യശസ്സോടുകൂടി ഉയരുവാൻ തക്കവണ്ണം ഇടയാകണം. പനംകുറ്റി ദേശത്തെ സംബന്ധിച്ചിടത്തോളം മതസൗഹാർദ്ദം വീണ്ടും ഊട്ടിയുറപ്പിക്കുവാൻ തക്കവണ്ണം ഈ സ്ഥാപനം അതിനൊരു മുതൽക്കൂട്ടായി തീരണം. ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചു, പഠിച്ചതിന് ശേഷം പിന്നെ എവിടെയും ഇതേപോലെ ഒരു മുസ്ലിം സംഘടനയുടെ പ്രോഗ്രാമിന് പോകുവാൻ തക്കവണ്ണം സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതലാണ് തൊട്ടടുത്തുള്ള പനംകുറ്റി പള്ളിയുടെ ചുമതലയിലേക്ക് ഞാൻ കടന്നു വന്നത്. ഇടവക അംഗമായ ശ്രീ ജോൺ ആടുപാർ അവറുകളാണ് ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞതും. ഇവിടുന്ന് ക്ഷണിച്ചപ്പോൾ ഇന്ന് അവിടെ കുന്നംകുളത്ത് പ്രോഗ്രാം 5 മണി വരെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഇവിടെ നിന്ന് ക്ഷണം സ്വീകരിച്ചതിന് പ്രകാരം പെട്ടെന്ന് ഓടി വരികയായിരുന്നു. നേരത്തെ ഓർമ്മിപ്പിച്ചു, നിങ്ങളുടെ എല്ലാവരും അനുവാദമുണ്ടെങ്കിൽ ഞാൻ ഫാത്തിഹ ഓതി നോക്കാം, ശരിയാണോ തെറ്റാണോ എന്ന് അറിയുകയില്ല. കാരണം ഇതിലും വലിയൊരു വേദി എനിക്ക് ഇനി ലഭിക്കുവാനില്ല. അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാക്കുകളുടെ കുഴപ്പമുണ്ടായിരിക്കും. ഞങ്ങൾ അച്ഛന്മാരായതുകൊണ്ട് സുറിയാനി ഞങ്ങൾക്ക് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ വിട്ടുപോയത്, ഞാൻ ഈ കോൺകോഡ് സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഞാൻ പള്ളിയിൽ ആദ്യം അച്ഛനാകുന്നതിന് മുൻപ് ഇതേപോലെ നിങ്ങളുടെ പോലെ ഒരു ശുശ്രൂഷക്കാരനായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഏത് പാട്ട് പാടിക്കഴിഞ്ഞാലും, ആരാധനയുടെ ഏത് പാട്ട് പാടിക്കഴിഞ്ഞാലും മാപ്പിളപ്പാട്ടിൻ്റെ ട്യൂണാണ് വരികയുള്ളൂ. ഒത്തിരി പേര് പറയുന്നതാണ്, ഞാൻ ഏത് പാട്ട് എടുത്ത് പാടിക്കഴിഞ്ഞാലും അതിന് വരുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ട്യൂണുകളാണ് എല്ലാ പാട്ടിനും വരും. ഇപ്പോഴാണ് അച്ഛനായപ്പോഴാണ് അതൊന്ന് മാറിയത്. ഫാത്തിഹ ഒന്ന് ഓതുവാൻ ശ്രമിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കുറച്ചു പേരെങ്കിലും മനസ്സിലെങ്കിലും ആമീൻ എന്ന് പറഞ്ഞത് കാണുവാൻ തക്കവണ്ണം സാധിച്ചു. വളരെ സന്തോഷത്തോടു കൂടി നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യ ഹൃദയങ്ങളിലാണ് നമ്മൾ ഏത് മതസ്ഥരായാലും ഇനിയുള്ള കാലഘട്ടത്തിൽ മനുഷ്യനായി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിന് മതം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനമായി കണ്ടുകൊണ്ട് മനുഷ്യരായി തുടർന്നുള്ള കാലഘട്ടത്തിൽ കഴിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ. ഇന്നിവിടെ ആരംഭം കുറിക്കുന്ന ഈ മസ്ജിദിനും ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും പനംകുറ്റി പള്ളിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധമായ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.